എല്ലാവർക്കും ഡീസൽ മെക്കാനിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ITIയുടെ ഡീസൽ മെക്കാനിക്കിന്റെ തിയറി ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് പഠിച്ചത്? ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിൻ. ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, അങ്ങനെ പല ടൈപ്പ് എഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കാര്യമാണ് കൺസ്ട്രക്ഷൻ ഓഫ് എഞ്ചിൻ, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ. കൺസ്ട്രക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിർമ്മിതി, എഞ്ചിന്റെ നിർമ്മിതിയെ കുറിച്ച്. അതിനു മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എഞ്ചിന്റെ ഭാഗങ്ങൾ. ഒരു കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ കൺസ്ട്രക്ഷൻ പാർട്സ്, മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? നമുക്ക് എഞ്ചിനകത്ത് മെയിനായിട്ട് വരുന്ന പാർട്സുകൾ ഒരു 14 പാർട്സാണ് നമ്മൾ മെയിനായിട്ട് എഞ്ചിനകത്ത് വരുന്നത്. 1 സിലിണ്ടർ ബ്ലോക്ക്, 2 സിലിണ്ടർ ലൈനർ, 3 സിലിണ്ടർ ഹെഡ്, 4 ക്രാങ്ക് കേസ്, 5 മാനിഫോൾഡ്, 6 ഓയിൽ സമ്പ്, 7 പിസ്റ്റൺ, 8 പിസ്റ്റൺ റിംഗ് ആൻഡ് പിസ്റ്റൺ പിൻ, 9 ഗ്യാസ്കറ്റ്, 10 കണക്ടിംഗ് റോഡ്, 11 ക്രാങ്ക് ഷാഫ്റ്റ്, 12 ക്യാം ഷാഫ്റ്റ്, 13 വാൽവ് ആൻഡ് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം, 14 എഞ്ചിൻ ബിയറിംഗ്. ഇങ്ങനെ ഒരു 14 പാർട്സാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല എഞ്ചിന്റെ പാർട്സ്, വേറെയും പാർട്സ് ഉണ്ട്. മെയിനായിട്ട് 14 പാർട്സ്. ആ 14 പാർട്സിന്റെ പേരാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ ഇതിലൊരു 6 പാർട്സിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ലൈനർ, സിലിണ്ടർ ഹെഡ്, ക്രാങ്ക് കേസ്, പിസ്റ്റണ്, ഓയിൽ സമ്പ്. ഈ ഒരു 6 പാർട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള സ്റ്റഡിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ട് സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിനെ കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സിലിണ്ടർ ബ്ലോക്ക്? നമുക്കറിയാം, നമ്മള് 4 സ്ട്രോക്ക് എഞ്ചിന്റെയും 2 സ്ട്രോക്ക് എഞ്ചിന്റെയും വർക്കിംഗ് സൈക്കിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിനകത്ത് നമ്മൾ സിലിണ്ടർ, പിസ്റ്റൺ, വാൽവ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, സ്പാർക്ക് പ്ലഗ് തുടങ്ങിയ കമ്പോണൻസിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയായിരുന്നു. അതിന്റെ പർപ്പസ്, അതിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ സിലിണ്ടർ ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിലിണ്ടർ ബ്ലോക്ക് ഒന്നാമത്തെ പാർട്ട്. സിലിണ്ടർ ബ്ലോക്ക് നമ്മൾ സിലിണ്ടർ എഞ്ചിന്റെ സിലിണ്ടർ ഫിക്സ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടർ പണിതേക്കുന്ന ഒരു ബ്ലോക്കാണ് സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിലായിരിക്കും എയർ ഫ്യൂവൽ മിക്സർ കമ്പഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതും ഈ സിലിണ്ടർ ബ്ലോക്കിലെ സിലിണ്ടറിനുള്ളിലായിരിക്കും. ഇനിയും ഈ സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിച്ചേക്കുന്ന മെറ്റീരിയൽസ് പ്രധാനമായിട്ട് 2 മെറ്റീരിയലാണ് ഈ സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന. ഒന്ന് കാസ്റ്റ് അയൺ, രണ്ടാമത്തത് അലൂമിനിയം അലോയ്. കാസ്റ്റ് അയൺ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? അതിനകത്ത് 6 എലമെന്റ് ആണ് കാസ്റ്റ് അയൺ അലോയ്ക്കകത്ത് ഉൾപ്പെടുന്നത്. അയൺ, കാർബൺ, സിലിക്കൺ, മാംഗനീസ്, സൾഫർ, ഫോസ്ഫറസ്. ഇങ്ങനെ 6 എലമെന്റ് ആയിരിക്കും കാസ്റ്റ് അയൺ കൊണ്ടുള്ള സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിൽ ഉൾപ്പെടുന്നത്. ഇനിയും അലൂമിനിയം അലോയ് ആണെങ്കിൽ 3 എലമെന്റ്: അലൂമിനിയം, ടിന്ന്, കോപ്പർ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അലൂമിനിയം അലോയ് ആയിരിക്കും. അലൂമിനിയം അലോയ് ആണെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിന്റെ വെയിറ്റ് ഏകദേശം 50% കുറയ്ക്കാൻ പറ്റും. ഇനി സിലിണ്ടർ ബ്ലോക്കിന്റെ മുകൾ
മുകൾ ഭാഗം കവർ ചെയ്തിരിക്കുന്നത് സിലിണ്ടർ ഹെഡ് ഉപയോഗിച്ചായിരിക്കും. താഴ്ഭാഗത്ത് ക്രാങ്ക് കേസ്, അതിന്റെ താഴെ ഓയിൽ സമ്പ്. ഇതായിരിക്കും സിലിണ്ടർ ബ്ലോക്കിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ. സിലിണ്ടർ ബ്ലോക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ: ഒന്ന് മുകളിൽ സിലിണ്ടർ ഹെഡ്, താഴെ ക്രാങ്ക് കേസ്, അതിന്റെ തൊട്ട് താഴെ ഓയിൽ സമ്പ്. ഇനി ഇതിന്റെ സിലിണ്ടർ ബ്ലോക്കിന്റെ കുറച്ച് ടൈപ്സ് നോക്കാം. 3 മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പ്രധാനമായിട്ട് ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്നാമത്തെ കാസ്റ്റിംഗ്, സിലിണ്ടർ ബ്ലോക്ക് പണിതേക്കുന്ന രീതി വെച്ച്. ഇപ്പം എല്ലാ സിലിണ്ടറും ഒരൊറ്റ ബ്ലോക്ക് ആണെങ്കിൽ അതിനെ മോണോ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയും. ഇനിയും സിലിണ്ടർ, ഒരു എഞ്ചിന്റെ സിലിണ്ടേഴ്സ് എല്ലാം പല ബ്ലോക്കിനകത്താണ് പണിതിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സിലിണ്ടർ കാസ്റ്റിംഗ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സിന്റെ അനുസരിച്ച്, എത്ര സിലിണ്ടേഴ്സ് ഉണ്ട് ഒരു എഞ്ചിനകത്ത്, എത്ര സിലിണ്ടർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ബ്ലോക്കിനകത്ത് എത്ര സിലിണ്ടർ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സിലിണ്ടർ മാത്രമുണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടർ. ഇനി 2 സിലിണ്ടർ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഡബിൾ സിലിണ്ടർ ബ്ലോക്ക്. ഇനി 2ൽ കൂടുതൽ സിലിണ്ടർ ഒരു സിലിണ്ടർ ബ്ലോക്കിനകത്ത് വരികയാണെങ്കിൽ അതിന്റെ പേര് മൾട്ടി സിലിണ്ടർ ബ്ലോക്ക്. ഇനി സിലിണ്ടർ ബ്ലോക്ക് കൂൾ ചെയ്യുന്നതനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. 1 വാട്ടർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക്, 2 എയർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക്. ചെറിയ കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിൻ, CC കുറഞ്ഞ എഞ്ചിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എയർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക് ആയിരിക്കും. അല്ലാതെ CC കൂടിയ എഞ്ചിനാണെങ്കിൽ വാട്ടർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക് ആയിരിക്കും. വാട്ടർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിൽ കൂളിംഗ് വാട്ടർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടർ ബ്ലോക്കിനകത്ത് ചെറിയൊരു ഹോള് പോലെ സിലിണ്ടറിന് ചുറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിന് വെളിയിലായിട്ട് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൽ അറ്റാച്ച് ചെയ്ത് ഫിൻസ് നമ്മൾ പണിയാറുണ്ട്. അല്ലെങ്കിൽ എഞ്ചിൻ പണിയുമ്പോൾ ഒരു ഫിൻസ് ചിറക് പോലെ നമ്മൾ പണിയുന്നുണ്ട്. ഇതാണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സിലിണ്ടർ ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുവാ സിലിണ്ടർ ബ്ലോക്ക് എന്നുള്ള പേര് വരാൻ കാരണം നമ്മുടെ എഞ്ചിന്റെ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെട്ടി പോലൊരു, നമുക്ക് എഞ്ചിൻ കാണുമ്പോൾ അറിയാം, ഒരു പെട്ടി പോലൊരു ഭാഗമായിരിക്കും. ഉള്ളിലായിരിക്കും നമ്മൾ എത്ര സിലിണ്ടർ ആണെന്ന് വെച്ചാൽ അത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 2 മെറ്റീരിയൽ കാസ്റ്റയാണ് അലൂമിനിയം അലോയ്. ഇതിൽ അലൂമിനിയം അലോയ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അലൂമിനിയം അലോയ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഏകദേശം 50% വെയിറ്റ് എഞ്ചിന്റെ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിന്റെ 50% വെയിറ്റോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 3 അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. 1 കാസ്റ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ, 2 നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, 3 കൂളിംഗ്. കാസ്റ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ: മോണോ ബ്ലോക്ക് സെപ്പറേറ്റ്, 1 മോണോ ബ്ലോക്ക്, രണ്ടാമത്തത് സെപ്പറേറ്റ് സിലിണ്ടർ കാസ്റ്റിംഗ്. ഇനി നമ്പർ ഓഫ് സിലിണ്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: സിംഗിൾ സിലിണ്ടർ ബ്ലോക്ക്, ഡബിൾ സിലിണ്ടർ ബ്ലോക്ക്, മൾട്ടി സിലിണ്ടർ ബ്ലോക്ക്. ഇനി കൂളിംഗിന്റെ അടിസ്ഥാനത്തിൽ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: വാട്ടർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക്, എയർ കൂൾഡ് സിലിണ്ടർ ബ്ലോക്ക്. ഇനി രണ്ടാമത്തെ പാർട്ട് സിലിണ്ടർ ഹെഡ്. നമ്മളെ സിലിണ്ടർ ബ്ലോക്ക് കഴിഞ്ഞു. ഇനി രണ്ടാമത് വരുന്ന സിലിണ്ടർ ഹെഡ്. നമ്മൾ നേരത്തെ സിലിണ്ടർ ബ്ലോക്ക് പറഞ്ഞപ്പം പറഞ്ഞാലും സിലിണ്ടർ ബ്ലോക്കിനെ കവർ ചെയ്ത് വരുന്ന ഒരു ഭാഗമായിരിക്കും സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ബ്ലോക്കിന്റെ ടോപ്പിലെ കവറിങ് വരുന്നതാണ് സിലിണ്ടർ ബ്ലോക്ക്. നമ്മൾ സിലിണ്ടറിനകത്താണ് എയർ ഫ്യൂൽ മിക്സർ നടക്കുന്നത്. കമ്പഷൻ ചേമ്പർ എന്ന് നമ്മൾ വിളിക്കാം. ഈ കമ്പഷൻ ചേമ്പറിന്റെ ചെറിയൊരു ഭാഗം വരുന്നത് ഈ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഭാഗം, ഈ കമ്പഷൻ ചേമ്പറിന്റെ ടോപ്പിലെ കുറച്ച് ഭാഗം വരുന്നത് നമ്മുടെ ഈ സിലിണ്ടർ ഹെഡിന് ഉള്ളിലായിരിക്കും. അതാണ് കമ്പഷൻ ചേമ്പർ ഈ സിലിണ്ടർ ഹെഡിലും സിലിണ്ടർ ബ്ലോക്കിലുമായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഈ സിലിണ്ടർ ബ്ലോക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
സിലിണ്ടർ ബ്ലോക്കിനകത്ത് കംപ്രഷൻ ചേമ്പറിന്റെ ടോപ്പിലായിരിക്കും സിലിണ്ടർ ഹെഡിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ കംപ്രഷൻ ചേമ്പറിന്റെ ടോപ്പിലായിരിക്കും സിലിണ്ടർ ഹെഡ് വരുന്നത്. സിലിണ്ടർ ഹെഡിനകത്ത് വരുന്നത് നമുക്കറിയാം, ഒരു എഞ്ചിൻ പ്രവർത്തിക്കുകയാണെങ്കിൽ സിലിണ്ടർ വേണം, പിസ്റ്റൺ വേണം, വാൽവ് വേണം, ഇൻടേക്ക് വാൽവ് വേണം, എക്സോസ്റ്റ് വാൽവ് വേണം, ഫ്യൂവൽ ഇഞ്ചക്ടർ വേണം. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനാണെങ്കിൽ സ്പാർക്ക് പ്ലഗ്. ഇനിയും നമ്മുടെ ഇത്തരം ഭാഗങ്ങൾ, നമ്മുടെ സിലിണ്ടർ ഹെഡിനകത്ത് വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഏതൊക്കെ, ഈ എഞ്ചിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്ന് സിലിണ്ടർ വാൽവ്, ഇൻടേക്ക് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. നമ്മുടെ ഈ സിലിണ്ടർ ഹെഡിനകത്ത് വരുന്ന ഭാഗങ്ങളാണ് സിലിണ്ടർ വാൽവ്, ഇൻടേക്ക് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ. അതുപോലെ തന്നെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിനകത്ത് വരുന്ന റോക്കർ ഷാഫ്റ്റ്, റോക്കർ ആം. സിലിണ്ടർ ഹെഡിനകത്ത് വരുന്ന മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്നോട് പറയാം. ഒന്ന് വാൽവ്, ഇൻടേക്ക് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കർ ഷാഫ്റ്റ്, റോക്കർ ആം, പിന്നെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ്. ഈ സിലിണ്ടർ ഹെഡിന്റെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ പറയാം. നമ്മൾ സിലിണ്ടർ ബ്ലോക്കിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച പോലെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ഈ സിലിണ്ടർ ഹെഡിനകത്തുള്ളത്. ഏകദേശം 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതിൽ ഒന്നാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് സിലിണ്ടർ ബ്ലോക്കിനകത്ത് പഠിച്ച പോലെ തന്നെ എത്ര സിലിണ്ടർ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സിംഗിൾ സിലിണ്ടർ ഹെഡ്, 2 ഡബിൾ സിലിണ്ടർ ഹെഡ്, 3 മൾട്ടി സിലിണ്ടർ ഹെഡ്. ഒറ്റ സിലിണ്ടർ ഉണ്ടെങ്കിൽ എഞ്ചിനകത്ത് ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടർ ഹെഡ്, 2 സിലിണ്ടർ ഉണ്ടെങ്കിൽ ഡബിൾ സിലിണ്ടർ ഹെഡ്, 2 കൂടുതൽ സിലിണ്ടർ വരുവാണെങ്കിൽ മൾട്ടി സിലിണ്ടർ ഹെഡ്. ഇനി കൂളിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് പഠിച്ച പോലെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എയർ കൂൾഡ് സിലിണ്ടർ ഹെഡ്, വാട്ടർ കൂൾഡ് സിലിണ്ടർ ഹെഡ്. ഇനി എഞ്ചിന്റെ ഹെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച്, എന്നുവെച്ചാൽ വാൽവിന്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ച് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എൽ ടൈപ്പ് സിലിണ്ടർ ഹെഡ്, ഐ ടൈപ്പ് സിലിണ്ടർ ഹെഡ്, എഫ് ടൈപ്പ് സിലിണ്ടർ ഹെഡ്, ടി ടൈപ്പ് സിലിണ്ടർ ഹെഡ്, എച്ച് ടൈപ്പ് സിലിണ്ടർ ഹെഡ്. എഞ്ചിന്റെ ഹെഡിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ പറയുന്നത് നമ്മുടെ വാൽവിന്റെ പൊസിഷൻ. വാൽവ് ചില എഞ്ചിനകത്ത് പല ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ പല പൊസിഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ വെച്ച് നമുക്ക് കുറെ ഷേപ്പ് കിട്ടുന്നുണ്ട്. എൽ ഷേപ്പ്, ഐ ഷേപ്പ്, എഫ് ഷേപ്പ്, ടി ഷേപ്പ്, എച്ച് ടൈപ്പ് സിലിണ്ടർ ഹെഡ്. പല ഷേപ്പിൽ സിലിണ്ടർ ഹെഡ് ഡിസൈൻ ചെയ്തേക്കുന്ന അനുസരിച്ച് വന്ന ക്ലാസിഫിക്കേഷനാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ബേസിക്കായിട്ട് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് ബേസിസ് ഓഫ് നമ്പർ ഓഫ് സിലിണ്ടർ, രണ്ടാമത്തത് കൂളിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, 3 എഞ്ചിൻ ഹെഡ് ഡിസൈനിന്റെ അടിസ്ഥാനത്തിൽ. ഇനി അടുത്ത പാർട്ടാണ് ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസ് നമ്മൾ പറഞ്ഞായിരുന്നു, സിലിണ്ടർ ബ്ലോക്കിന്റെ ടോപ്പിലാണ് സിലിണ്ടർ ഹെഡ് ഉണ്ട്. അതിന്റെ സിലിണ്ടർ ബ്ലോക്കിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിന്റെ ഉപയോഗം അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്, നമ്മുടെ പിസ്റ്റന്റെ പവർ ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ് കൊടുക്കുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആയിരിക്കും നമ്മുടെ വീലിൽ കിട്ടുന്നത്. വാഹനത്തിന്റെ വീലിൽ കിട്ടുന്ന റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആയിരിക്കും. അപ്പം ഒരു പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു നേരെയുള്ള ഒരു ലൈനെ കൂടെ ഉള്ള റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ആയിരിക്കും. അതിനെ റൊട്ടേഷൻ മോഷൻ ആക്കുന്നതായിരിക്കും ക്രാങ്ക് ഷാഫ്റ്റ്. ആ ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിനകത്ത് ബലമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ക്രാങ്ക് കേസ് ഉള്ളതുകൊണ്ടാണ്. ക്രാങ്ക് കേസിലായിരിക്കും നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന റൊട്ടേറ്റിംഗ് പാർട്ട് ഫിക്സ് ചെയ്തേക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ക്രാങ്ക് കേസിലായിരിക്കും. അതുപോലെ തന്നെ ഈ ക്രാങ്ക് കേസ് നിർമ്മിക്കാൻ ഉപയോഗിച്ചേക്കുന്ന രണ്ട്
അലോയ്. ഒന്ന് ഗ്രേ കാസ്റ്റ് അയൺ, രണ്ടാമത്തത് അലൂമിനിയം അലോയ്. ക്രാങ്ക് കേസ് നിർമ്മിക്കാൻ 2 മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഗ്രേ കാസ്റ്റ് അയൺ, രണ്ടാമത്തത് അലൂമിനിയം അലോയ്. നമ്മൾ ആദ്യം സിലിണ്ടർ ബ്ലോക്ക് പറഞ്ഞു, സിലിണ്ടർ ഹെഡ് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് ക്രാങ്ക് കേസ്. ഇനി അടുത്ത പാർട്ട് പിസ്റ്റൺ. അടുത്ത പാർട്ട് ഓയിൽ സമ്പ്, 4ാമത്തെ പാർട്ട്. നമ്മൾ ആദ്യം പഠിച്ചത് സിലിണ്ടർ ബ്ലോക്ക്, അത് കഴിഞ്ഞ് പഠിച്ചത് സിലിണ്ടർ ഹെഡ്, അത് കഴിഞ്ഞ് പഠിച്ചത് ക്രാങ്ക് കേസ്. ഇനി അടുത്തത് ഓയിൽ സമ്പ്. ക്രാങ്ക് കേസിന്റെ തൊട്ട് താഴെ വരുന്ന ഭാഗമായിരിക്കും ഓയിൽ സമ്പ്. ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്നും വിളിക്കാം. എന്തുവായിരിക്കും ഓയിൽ സമ്പ്? പേരിൽ തന്നെ ഉണ്ട്, ഓയിൽ കളക്ട് ചെയ്യുന്ന ഒരു പാർട്ട്. എഞ്ചിനകത്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കളക്ട് ചെയ്യുന്ന ഒരു പാർട്ടായിരിക്കും ഓയിൽ സമ്പ്. അതുപോലെ തന്നെ ഒരു എഞ്ചിന്റെ ഏറ്റവും അടിയിൽ വരുന്ന പാർട്ടും ഓയിൽ സമ്പായിരിക്കും. എഞ്ചിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കളക്ട് ചെയ്യുന്ന പാർട്ടായിരിക്കും ഓയിൽ സമ്പ്. 2 മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ഓയിൽ സമ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അലൂമിനിയം അലോയ് ഷീറ്റ് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഷീറ്റ് പ്രസ് ചെയ്ത് ഒരു പാൻ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പാത്ര ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നമ്മുടെ ഓയിൽ സമ്പ് എന്ന് പറയുന്നത്. ഓയിൽ സമ്പ് നമ്മുടെ എഞ്ചിൻ കുറെ നാൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഓയിൽ റിമൂവ് ചെയ്ത് കളയാറുണ്ട്, എന്നിട്ട് പുതിയ ഓയിൽ ഒഴിക്കാറുണ്ട്. അപ്പൊ ഓയിൽ പാനകത്ത് നമ്മൾ പഴയ ഓയിൽ കളയാൻ വേണ്ടിയിട്ട്, തുറന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ഡ്രെയിൻ പ്ലഗ് കൂടെ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. ഇതാണ് ഓയിൽ സമ്പ് എന്ന് പറയുന്ന പാർട്ടിന്റെ കുറച്ച് പോയിന്റ്സ്. പാർട്ട് ബിലോ ദ ക്രാങ്ക് കേസ്. ഇവിടെ ആയിരിക്കും ഇത് കാണുന്നത്, ഒരു ക്രാങ്ക് കേസിന്റെ അടിയിലായിരിക്കും. നമ്മൾ സെറ്റ് സ്ക്രൂ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഓയിൽ പാൻ ഈ ക്രാങ്ക് കേസിൽ ഫിക്സ് ചെയ്യുന്നത്. എഞ്ചിന്റെ ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെയുള്ള പാർട്ടായിരിക്കും ഓയിൽ സമ്പ്. നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കളക്ട് ചെയ്യുന്ന ഒരു പാർട്ടുമാണ് ഓയിൽ സമ്പ്. അതുപോലെ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്ന 2 മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും. ഒന്ന് MS സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ ഷീറ്റ്, അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ഷീറ്റ് പ്രസ് ചെയ്ത് പാൻ ഷേപ്പ്, പ്രസ് ചെയ്തൊരു പാത്രം പോലെ ഷേപ്പാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ ഓയിൽ, എഞ്ചിനകത്ത് കിടക്കുന്ന പഴയ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കളയാൻ വേണ്ടിയിട്ട് താഴെ ഈ ഓയിൽ പാൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു ഓയിൽ ഡ്രെയിൻ പ്ലഗ് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടാണ് പിസ്റ്റൺ. നമ്മൾ ഓയിൽ സമ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ, പിസ്റ്റൺ. നമ്മള് എഞ്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ അല്ലെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചപ്പം കുറെ സ്ട്രോക്കുകൾ പറഞ്ഞായിരുന്നു. ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ 4 സ്ട്രോക്ക് സാധ്യമാക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ പിസ്റ്റൺ. കംപ്രഷൻ ചേമ്പർ അല്ലെങ്കിൽ സിലിണ്ടറിൽ ഈ 4 സ്ട്രോക്ക് നടക്കാൻ കാരണമായ ഒരു പാർട്ടാണ് പിസ്റ്റൺ. ഇനി പിസ്റ്റണിന്റെ പല ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മുടെ പിസ്റ്റൺ. ഇനി പിസ്റ്റണിന്റെ പല ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഭാഗമാണ് നമ്മുടെ പിസ്റ്റൺ. ഇത് കണക്റ്റിംഗ് റോഡാണ്. ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ പിസ്റ്റൺ. പിസ്റ്റണിന്റെ ഏറ്റവും ടോപ്പിലത്തെ ഈ പ്രതലത്തിന്റെ പേരാണ് പിസ്റ്റൺ ഹെഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് ഒക്കെ ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ റിങ്സ്, പിസ്റ്റണിന്റെ ഈ ഗ്രൂവിനകത്ത് ഒരു കംപ്രഷൻ റിങ് ഇറക്കി വെക്കുന്നുണ്ട്. ആ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറെ ഗ്രൂവ് കണ്ടു. ഇതാണ് പിസ്റ്റൺ റിങ് ഗ്രൂവ്. ഈ ഓയിൽ റിങ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് 2 ഓയിൽ റിങ് ഗ്രൂവ് ഉണ്ട്. ഇത് ഹെഡ്, കംപ്രഷൻ റിങ് ഗ്രൂവ്, ഓയിൽ റിങ് ഗ്രൂവ്.
നമ്മുടെ പിസ്റ്റൺ പിൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പിസ്റ്റൺ ബോസ്. ഇനി താഴെയുള്ള ഭാഗമാണ് പിസ്റ്റന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം പിസ്റ്റൺ സ്കേർട്ട്. പിന്നെ ഈ ഭാഗം ലാൻഡ്, ഇതൊക്കെ ലാൻഡാണ്. അപ്പം ഒരു 6 ഭാഗം വന്നു. പിസ്റ്റൺ ഹെഡ്, ഈ ഒരു ഭാഗം ലാൻഡ് ആയിരിക്കും. ലാൻഡിനുള്ളിൽ പിസ്റ്റൺ കംപ്രഷൻ ഗ്രൂവ്, കംപ്രഷൻ റിംഗ് ഗ്രൂവ്, ഓയിൽ റിംഗ് ഗ്രൂവ്, പിസ്റ്റൺ ബോസ്, ഇതിനുള്ളിൽ പിസ്റ്റൺ പിന്നും ഉണ്ട്. ഈ പിസ്റ്റൺ 4 സ്ട്രോക്ക് സാധ്യമാക്കാൻ ആവശ്യമായുള്ള പാർട്ടാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ ഉണ്ടാക്കിയേക്കുന്നത് 2 മെറ്റീരിയൽ കൊണ്ടായിരിക്കും. കാസ്റ്റ് അയൺ, അതുപോലെ തന്നെ അലൂമിനിയം അലോയ്. അലൂമിനിയം അലോയ് ആയിരിക്കും സാധാരണ ഉപയോഗിക്കുന്നത്. അലൂമിനിയം അലോയ് ആണെങ്കിൽ നമ്മുടെ അലൂമിനിയം അലോയ് ആണ് പിസ്റ്റൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അലൂമിനിയം അലോയുടെ കോമ്പോസിഷൻ നോക്കാം. 3 എലമെന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്: അലൂമിനിയം, ടിന്ന്, കോപ്പർ. അതിൽ അലൂമിനിയം ആയിരിക്കും കൂടുതൽ ഉള്ളത്. 91% അലൂമിനിയം ആയിരിക്കും. ടിന്ന് 2% വരുന്നുണ്ട്. കോപ്പർ 7% വരുന്നുണ്ട്. ഇനി പിസ്റ്റന്റെ ഹെഡ് പല ഷേപ്പ് വരാറുണ്ട്. ഇതിപ്പം പരന്നിരിക്കുന്നുണ്ട്. ഇത് ഫ്ലാറ്റ് ഹെഡ് എന്ന് പറയും. ഇനി ഇത് പൊങ്ങി ഉരുണ്ട്, ഈ പിസ്റ്റന്റെ ഹെഡ് ഉരുണ്ടിരിക്കുവാണെങ്കിൽ ഡോം ഹെഡ് എന്ന് പറയും. ഡോം ഹെഡ് പിസ്റ്റൺ എന്ന് പറയാം. ഇനി അത് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കപ്പ് ഷേപ്പ് പിസ്റ്റൺ ഹെഡ്, അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പ് പിസ്റ്റൺ ഹെഡ് എന്നൊക്കെ പറയും. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എഞ്ചിനകത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ ഈ കമ്പഷൻ സ്ട്രോക്കിൽ ഉണ്ടാകുന്നത്. വളരെ വലിയ ടെമ്പറേച്ചർ ആയിരിക്കും ഒരു എഞ്ചിനകത്ത് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഏതൊരു വസ്തുവും ചൂടാകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വികസിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനകത്ത് വളരെ വലിയ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൺ സ്വാഭാവികമായിട്ടും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ ചെറുക്കാൻ ഒരു എഞ്ചിനകത്ത് ഇരുന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സിലിണ്ടറിനകത്ത് ഇരുന്ന് ഒരു പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിന് ചെറിയ ഡാമേജ് ഉണ്ടാകും, ക്രാക്കോ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എക്സ്പാൻഷനെ വികസിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ 2-3 കാര്യങ്ങൾ ഈ പിസ്റ്റണിനകത്ത് ചെയ്യാറുണ്ട്. ഒന്നാമത്തത്, ചെറിയ സ്ലോട്ട് ഉണ്ടാക്കും. ചെറിയ ഒരു പിസ്റ്റണിനകത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് കൊടുക്കും, ചിലപ്പോൾ അത് വെർട്ടിക്കലായിട്ട് കൊടുക്കും. ഇത് രണ്ടോടെ ചേർത്ത് ഏകദേശം T ഷേപ്പിൽ ഒരു കട്ടിങ് കൊടുക്കണം. ഒരു സ്ലോട്ട് നമ്മൾ ഈ ഒരു പിസ്റ്റണിനകത്ത് നിർമ്മിക്കാറുണ്ട്. ഈ സ്ലോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ പിസ്റ്റണിനകത്ത് പരസ്പരം പല പാർട്ടുകൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും കുറയും. അതുപോലെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലും ആ സ്ലോട്ട് ഉള്ളതുകൊണ്ട് ഈ പിസ്റ്റൺ ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എക്സ്പാൻഷൻ തടയാം. അതുവഴി പിസ്റ്റൺ ഉണ്ടാകുന്ന ഡാമേജ് നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയൊരു ഹീറ്റ് ഡാം എന്ന് പറയുന്നൊരു ചെറിയൊരു സംഭവം ഇതിനകത്ത് കൊടുക്കാറുണ്ട്. ഹീറ്റ് ഡാം എന്ന് പറയുമ്പോൾ ഈ ഹെഡിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ലാൻഡിൽ ചെറിയൊരു ഗ്രൂവ് കൊടുക്കാറുണ്ട്. അതായത് ഹീറ്റ് ഡാം. ഹീറ്റ് ഡാം ഉള്ളത് കൊണ്ട് ഈ ടോപ്പിൽ നിന്ന് താഴോട്ട് ബാക്കി ഭാഗത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കുറവായിരിക്കും. ചെറിയൊരു ഗ്യാപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആ ഗ്യാപ്പ് കാരണം ടോപ്പിൽ നിന്ന് ഈ സ്കേർട്ടയിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ താഴോട്ട് കിട്ടുന്ന ഹീറ്റിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പാൻഷനും കുറവായിരിക്കും. എക്സ്പാൻഷൻ കുറയുകയാണെങ്കിൽ ഈ പിസ്റ്റൺ ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. ഇനിയും നമ്മൾ പിസ്റ്റൺ പഠിച്ചു. പിസ്റ്റൺ റിങ് അടുത്ത പഠിക്കാൻ പോകുന്നത് പിസ്റ്റൺ റിങ്. അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ പിൻ. പിസ്റ്റൺ റിങ് എന്തുവാന്ന് നോക്കാം. പിസ്റ്റൺ റിങ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കംപ്രഷൻ റിങ്, പിസ്റ്റൺ കംപ്രഷൻ റിങ്. അതുപോലെ തന്നെ പിസ്റ്റൺ ഓയിൽ റിങ്. അത് 2 ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ കംപ്രഷൻ റിങ് കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൺ ഓയിൽ റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പിസ്റ്റൺ കംപ്രഷൻ റിങ് ഈ പിസ്റ്റൺ റിങ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്
കംപ്രഷൻ റിങ്, ഒന്ന് ഓയിൽ റിങ്. ഇത് രണ്ടും കൊടുത്തേക്കുന്നതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കൊടുത്തേക്കുന്നതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കംപ്രഷൻ റിങ് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പർപ്പസ്? നമ്മൾ ഈ ഇൻടേക്ക് സ്ട്രോക്ക് ഒരു എഞ്ചിൻ്റെ പ്രവർത്തനത്തിൽ ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞിട്ട് കംപ്രഷൻ സ്ട്രോക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ പിസ്റ്റൺ മൂവ് BDCയിൽ നിന്ന് TDCയിലോട്ട് പോകുമ്പോൾ മേഡിൽ എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ചെയ്യുന്നു. ഈ കംപ്രസ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റണും സിലിണ്ടറിനും ഇടയ്ക്ക് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ആ കംപ്രഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. എയർ ഫ്യൂൽ മിക്സർ ലീക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ലീക്കേജിനെ തടയുന്നൊരു പാർട്ടാണ് കംപ്രഷൻ റിങ്. എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ചെയ്യുമ്പോൾ ആ എയർ ഫ്യൂൽ മിക്സർ സൈഡിൽ കൂടെ, ഈ പിസ്റ്റൺ സൈഡിൽ കൂടെ അല്ലെങ്കിൽ പിസ്റ്റണിന് സിലിണ്ടറിന്റെ ഇടയിൽ കൂടെ ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കംപ്രഷൻ റിങ്. അപ്പോൾ കംപ്രഷൻ റിങ് ആയിരിക്കും ഈ സിലിണ്ടർ വാളുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ കംപ്രഷൻ ഇനി ഓയിൽ റിങ്ങിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ പിസ്റ്റണും സിലിണ്ടർ വോളും തമ്മിലുള്ള ലൂബ്രിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു പാർട്ടാണ് ഈ ഓയിൽ റിങ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഓയില് ഈ പിസ്റ്റന്റെ ഉള്ളിൽ കൂടെ ഇതിലെ വെളിയിലോട്ട് വരും. പിസ്റ്റൺ മേളിലേക്ക് മൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ BDCയിൽ നിന്ന് പിസ്റ്റൺ TDCയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഓയില് ഈ പിസ്റ്റന്റെ ഈ ഹോളിനകത്തൂടെ ആ സിലിണ്ടർ വോളയിലോട്ട് വരും. ഇനി ആ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് പോകുമ്പോൾ ഈ പിസ്റ്റൺ ഓയിൽ റിങ് ആ സിലിണ്ടർ ഭിത്തിയെ വന്ന ഓയിലിനെ എല്ലാം വലിച്ചുകൊണ്ട് താഴെ ഓയിൽ സമ്പിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഓയിൽ റിങ് ഒന്നുകൂടെ പറയാം. ഓയിൽ റിങ് പിസ്റ്റണും അതുപോലെ തന്നെ സിലിണ്ടർ വോളും തമ്മിലുള്ള ലൂബ്രിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു വസ്തുവാണ്, ഒരു പാർട്ടാണ് ഓയിൽ. ഈ ഓയിൽ ഹോളുണ്ട് ഇതിനകത്ത്. ഈ പിസ്റ്റണിനകത്ത് ഓയിൽ ഹോളിൽ കൂടെ വെളിയിലേക്ക് വരും. എന്ന് വെച്ചാൽ ഈ പിസ്റ്റണും സിലിണ്ടർ വോളിന്റെ ഇടയിലേക്ക് ഓയിൽ വരുന്നു. ആ പിസ്റ്റൺ ഇനി താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഓയിൽ റിങ് ആ സിലിണ്ടർ ഭിത്തിയെ വന്ന ഓയിലിനെ എല്ലാം വലിച്ചുകൊണ്ട് താഴെ കളയും. താഴെ എന്ന് പറയുമ്പോൾ ഓയിൽ സമ്പിലേക്ക്. ഇനി പിസ്റ്റൺ പിന്നിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി പിസ്റ്റൺ പിന്ന് 3 ടൈപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിസ്റ്റൺ പിന്ന് കണക്ടിംഗ് റോഡ് കണക്ഷൻ 3 ടൈപ്പ് വരുന്നുണ്ട്. ഫുള്ളി ഫ്ലോട്ടിങ്, സെമി ഫ്ലോട്ടിങ് ആൻഡ് ഫിക്സഡ് ടൈപ്പ്. ഇപ്പം പിസ്റ്റൺ പിന്ന് ഈ പിസ്റ്റൺ ബോസിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ പിസ്റ്റൺ ബോസിനകത്ത് ഇരുന്ന് പിസ്റ്റൺ പിന്ന് റൊട്ടേറ്റ് ചെയ്യില്ല, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ വരുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മൂവ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ ഈ കണക്ടിംഗ് റോഡും ഈ പിസ്റ്റൺ പിന്നും തമ്മിൽ ഒരു റൊട്ടേഷൻ, ഒരു റിലേറ്റീവ് മൂവ്മെന്റ് വരുന്നുണ്ട്. ഒരു മോഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റൊട്ടേഷൻ വരുന്നത് ഈ പിസ്റ്റൺ പിന്നും ഈ കണക്ടിംഗ് റോഡും തമ്മിൽ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ പിന്നെ ഈ പിസ്റ്റൺ ബോക്സില് സെറ്റ് സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായിരിക്കും ഫിക്സഡ് ടൈപ്പ്. 3 ടൈപ്പിനകത്ത് ഫിക്സഡ് ടൈപ്പ് ആയിരിക്കും പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഈ കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ പിന്ന് ഇത് തമ്മിൽ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. അവിടെ കണക്ഷൻ ടൈറ്റ് അല്ല. പക്ഷെ ഇവിടെ പിസ്റ്റൺ ബോസിൽ പിസ്റ്റൺ പിന്ന് ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ പിസ്റ്റൺ പിന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അതായിരിക്കും ഫിക്സഡ് ടൈപ്പ്. ഫിക്സഡ് ടൈപ്പിനകത്ത് പിസ്റ്റൺ പിൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. റിലേറ്റീവ് മോഷൻ വരുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് വരുന്നത് ഈ പിസ്റ്റൺ പിന്നും ഈ കണക്ടിംഗ് റോഡും തമ്മിലായിരിക്കും. അതായിരിക്കും ഫിക്സഡ് ടൈപ്പ് പിൻ. ഇനി അടുത്തത് സെമി ഫ്ലോട്ടിങ് ആകുമ്പോൾ ഈ പിസ്റ്റൺ പിന്ന് ഇവിടെ ഫിക്സ് ചെയ്യുന്നില്ല. പകരം പിസ്റ്റൺ പിന്നും കണക്ടിംഗ് റോഡും തമ്മിൽ ടൈറ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ മോഷൻ, ഒരു റൊട്ടേഷൻ മോഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ കണക്ടിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിലുള്ള ഒരു മോഷൻ, ഒരു മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു.
ഫിക്സ് ചെയ്തേക്കുന്നു. ഇനി അടുത്തത് ഫുള്ളി ഫ്ലോട്ടിങ്. ഫുള്ളി ഫ്ലോട്ടിങ് ആകുമ്പോൾ ഈ രണ്ട് മോഷനും വരുന്നുണ്ട്. ഇവിടെ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു റൊട്ടേഷൻ വരുന്നുണ്ട്. പിസ്റ്റൺ പിന്നെ ഈ പിസ്റ്റൺ ബോക്സേൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമല്ല. ഒരു നമ്മളവിടെ ഫിക്സ് ചെയ്ത് ഒരു പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ പിന്നും ഈ പിസ്റ്റണും തമ്മിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർക്കിൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അന്നേരം ഇവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. ഈ പിസ്റ്റൺ പിന്നും തമ്മിലൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിലൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് മൂവ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു മൂവ്മെന്റ് പിസ്റ്റൺ പിന്നും തമ്മിലുള്ള ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിലൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതായിരിക്കും ഫുള്ളി ഫ്ലോട്ടിങ്. ഒന്ന് ഫുള്ളി ഫ്ലോട്ടിങ് ആണ്, രണ്ട് സെമി ഫ്ലോട്ടിങ്, മൂന്ന് ഫിക്സഡ് ടൈപ്പ് പിസ്റ്റൺ പിന്ന്. മൂന്ന് ടൈപ്പ് പിസ്റ്റൺ പിന്ന് വരുന്നുണ്ട്. ഫിക്സഡ് ആകുമ്പോൾ ഫിക്സഡ് ടൈപ്പ് ആകുമ്പോൾ ഈ പിസ്റ്റൺ പിന്നും തമ്മിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഒരു സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. മൂവ്മെന്റ് വരുന്നത് കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിൽ. അതുപോലെ തന്നെ സെമി ഫ്ലോട്ടിംഗ് ആകുമ്പോൾ പിസ്റ്റണും തമ്മിൽ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. പിസ്റ്റൺ പിന്നും കണക്റ്റിംഗ് റോഡും തമ്മിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ പിസ്റ്റണും പിന്നും തമ്മിലുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫുള്ളി ഫ്ലോട്ടിംഗ് ആണെങ്കിൽ പിസ്റ്റൺ പിന്നും തമ്മിലൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിസ്റ്റൺ പിന്നും ഈ കണക്റ്റിംഗ് റോഡും തമ്മിലുള്ളൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ലൈനർ, സിലിണ്ടർ ഹെഡ്, ക്രാങ്ക് കേസ്, ഓയിൽ സമ്പ്, പിസ്റ്റൺ റിങ്, പിസ്റ്റൺ പിന്ന്. ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.